ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയിലായി ഇറാനിൽ കുടുങ്ങി ഇന്ത്യൻ വിദ്യാർത്ഥികൾ. ജനവാസ മേഖലയ്ക്ക് സമീപം ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തങ്ങളെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിക്കണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. താമസിക്കുന്ന മേഖലയിലടക്കം ബോംബുകൾ വീഴുന്നതായും തങ്ങളുടെ ജീവനിൽ ആശങ്കയുണ്ടെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വെള്ളിയാഴ്ച രാത്രി 2:30 കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടാണ് ഉണർന്നത്. കേട്ടയുടൻ തന്നെ ബങ്കറിലേക്ക് പോയി. തങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ 5 കിലോമീറ്റർ അകലെയാണ് ബോംബ് വീണത്. അതിനുശേഷം ഉറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് ടെഹ്റാനിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ 3-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി വ്യക്തമാക്കിയത്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാത്രം 350ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇന്നും ഞങ്ങൾ വെടിയൊച്ചകൾ കേട്ടാണ് ഉണർന്നത്. കൂടുതൽ കുടിവെള്ളം സംഭരിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ശ്രീനഗറിൽ നിന്നുമുള്ള 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി അഭിപ്രായപ്പെട്ടു. വീട്ടിൽ നിന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും ഇന്റർനെറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. തങ്ങൾ ഇവിടെ എത്തിയത് പഠിക്കാനാണെന്നും എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നതിനാണ് മുൻഗണനയെന്നും അവർ വ്യക്തമാക്കി. എംബസി ബന്ധപ്പെടുകയും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിതി കൂടുതൽ വഷളാകുന്നതിന് മുൻപേ സർക്കാർ ഞങ്ങളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തണം എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എംബസി വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നുണ്ടെന്നും മറ്റ് സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണ് എന്നുമാണ് ഇന്ന് പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. അതേസമയം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഇന്ന് തന്നെ ടെഹ്റാൻ വിടണമെന്ന് നിർദ്ദേശമുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ കൂടെ വേറെ വിദേശ പൗരന്മാർ ഉണ്ടാകാൻ പാടില്ല. അർമേനിയയ്ക്കൊപ്പം കസാഖ്സ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അതിർത്തി വഴിയും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. വിഷയത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. ഇസ്രയേൽ കൂടുതൽ ആക്രമണം നടത്തുന്നത് ടെഹ്റാനിലായതിനാലാണ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്നും പോകാൻ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ആയതിനാൽ ഉടൻ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വൈകാതെ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നതായിരിക്കും. 1500-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചിരുന്നു. വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനായി ഇടപെടണമെന്നാണ് അവരുടെ മാതാപിതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും എസ് ജയശങ്കറിനോടും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇതിന് തക്കതായ നടപടിക്രമങ്ങൾ ഇതോടെ ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മലയാളികളും ഇറാനിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെ ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപം വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ. പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആണവ കേന്ദ്രത്തിന് സമീപം ഉണ്ടായത്. കോം നഗരത്തിന് 20 കിലോമീറ്ററിനപ്പുറം വലിയ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ഇറാൻ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് പങ്കുവച്ച വീഡിയോ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ 224 പേർക്ക് ജീവൻ നഷ്ടമായതായാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ജൂൺ 13-ാം തീയതി ഇസ്രയേൽ ഇറാനു നേർക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തത്. ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയുമായിരുന്നു. ആക്രമണവും പ്രത്യാക്രമണവും കടുത്തതോടെ മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ച വെള്ളിയാഴ്ച തന്നെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോർദോ ആക്രമിച്ചിരുന്നുവെന്ന് ഇറാൻ അറിയിച്ചിരുന്നത് UN അറ്റോമിക് ഏജൻസി അധ്യക്ഷൻ റഫാൽ ഗ്രോസിയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫോർദോയെ കൂടാതെ നതാൻസിലെയും ഇസ്ഫഹാനിലെയും ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചിരുന്നു. അതേസമയം പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നത് ലോകരാജ്യങ്ങൾക്കും ഏറെ ഭയമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തി. വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും എണ്ണം ഇറാൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഇതുവരെ 14 പേർ കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട്. 390 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതുവരെ 300ഓളം മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഭൂരിഭാഗവും വിവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയാനായെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ 22ഓളം മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളിലാണ് ഈ മിസൈലുകൾ പതിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.